നമസ്കാരം. बहुत इम्पॉर्टेंट बात, 14 किलो को 10 किलो कर रहे हैं. दिस इज़ हाईली स्पेकुलेटिव एंड देयर कैन नॉट बी एनी कमेंट और एक्सप्लेनेशन टू एनी स्पेकुलेशन. सो इसीलिए मैंने अपना जो ब्रीफिंग आप लोगों को दे रही थी उसमें आखिर में यही कहा था कि अफवाहों पर विश्वास न करें. प्लीज़ डोंट बिलीव र्यूमर्स. दिस इज़ हाईली स्पेकुलेटिव. ഇത് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ്. അവർക്കിതാ ഒരു പത്രസമ്മേളനം തന്നെ വിളിച്ചു ചേർക്കേണ്ടി വന്നിരിക്കുന്നു. അതിൻ്റെ കാരണം നമ്മുടെ ഇടയിൽ തന്നെ ജീവിക്കുന്ന ചില കുത്തിത്തിരിപ്പുകാരായിട്ടുള്ള രാജ്യദ്രോഹികളാണ്. അവർ കുറച്ച് ദിവസമായിട്ട് ചില വ്യാജ വാർത്തകൾ പടച്ചു വിട്ടിരുന്നു. നമുക്ക് ഈ വീട്ടിൽ കിട്ടുന്ന ഗ്യാസ് കുറ്റി 14 കിലോ 200 ഗ്രാം എന്നാണോ 14.2 എന്നാണല്ലോ അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ചിലതിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. എന്തായാലും പൊതുവേ 14.2 എന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഗ്യാസ്, അത്രയും അളവിൽ കിട്ടിക്കൊണ്ടിരുന്ന ഗ്യാസ് 10 കിലോ ചെറിയ ഗ്യാസ് കുറ്റിയിലേക്ക് മാറ്റാൻ പോകുന്നു. അതായത് ഇനി മുതൽ 10 കിലോ ആയിരിക്കും. അതിനവർ ഒരു ന്യായീകരണമൊക്കെ അവർ തന്നെ അങ്ങ് പടച്ചു വിടുന്നു. ഇവിടെ ഗ്യാസിൻ്റെ ലഭ്യത കുറവുണ്ട്, അതിനാൽ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അളവ് കുറച്ച് കഴിയുമ്പോൾ കൂടുതൽ ആളുകൾക്ക് കൊടുക്കാൻ പറ്റുമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കേന്ദ്രമന്ത്രിസഭ അങ്ങനെ തീരുമാനിച്ചു എന്ന തരത്തിലാണ് വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇത് അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനൊരു കാര്യത്തെപ്പറ്റി ആലോചിച്ചിട്ട് പോലുമില്ല എന്നാണ് ഇപ്പോൾ ഈ സുജാത ശർമ്മ പറയുന്നത്. ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ ഈ രാജ്യത്തല്ലാതെ മറ്റൊരു രാജ്യത്തും സ്വന്തം നാട്ടിൽ സ്വന്തം രാജ്യത്ത് സ്വന്തം ജനങ്ങൾ ഇതേപോലെ പാനിക്കായി ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി വേറൊരു രാജ്യത്തും അവിടുത്തെ ജനങ്ങൾ ഇങ്ങനെ ചെയ്യില്ല. പക്ഷേ നമ്മുടെ ഇവിടെ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ ചിലരുടെ ഇച്ഛാഭംഗം കൊണ്ട് ചെയ്തു വെക്കുന്നതാണ്. കാരണം അവർ ഒരു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ വിചാരിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ യുദ്ധം കാരണം ഇവിടെ ഗ്യാസും പെട്രോളും ഒന്നും കിട്ടാതെ വരുമ്പോൾ ആളുകൾ 145 കോടി ജനങ്ങൾക്ക് മുകളിലുണ്ട് എന്ന് ഓർക്കണം. അത്രമാത്രം വാഹനങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ടോ, അത്രമാത്രം ഗ്യാസ് ഉപയോഗിക്കുന്ന കുടുംബങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് വലിയ ക്ഷാമം ഉണ്ടാവും, ജനങ്ങൾ പാനിക്കാവും, സർക്കാരിനെതിരെ വലിയ ജനവികാരം ഉണ്ടാകും എന്നൊക്കെയാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതൊന്നും നടന്നില്ല. ഇപ്പോൾ ആളുകൾക്കൊക്കെ ബുക്ക് ചെയ്യുന്ന ഗ്യാസൊക്കെ കിട്ടാൻ തുടങ്ങി. ഞാനൊരു 3-4 ദിവസത്തിന് മുമ്പാണ് ബുക്ക് ചെയ്തത്. എനിക്ക് ഇന്ന് രാവിലെ ഗ്യാസ് കിട്ടുകയുണ്ടായി. എൻ്റെ ഇരിക്കുന്ന കുറ്റി തീരാറായി, അതുകൊണ്ട് മാത്രമാണ് ഞാനത് ബുക്ക് ചെയ്തത്. ഈ കിടന്നുകൊണ്ട് ഒച്ചപ്പാടും ബഹളമൊക്കെ വെക്കുമ്പോഴും ഞാനിങ്ങനെ ഓരോ ദിവസം പോയി നോക്കുമ്പോൾ കുഴപ്പമില്ല, കുറച്ച് ദിവസം കൂടെ ഉണ്ട്, കിടന്ന് ബഹളം കൂട്ടണ്ട, അപ്പോൾ അതൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഏതാണ്ട് തീരാറായിരുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ബുക്ക് ചെയ്തതും എനിക്ക് ഇന്ന് രാവിലെ കിട്ടുകയും ചെയ്തത്. പക്ഷേ ഓരോ ആൾക്കാർ, ഓരോ കുടുംബത്തിലുള്ള ആളുകൾ വീട്ടിലൊരു നിറകുറ്റി ഗ്യാസുമായിട്ട് കണക്റ്റായിട്ട് തന്നെ ഇരിക്കുക. പക്ഷേ ഇതുപോലുള്ള കിഴങ്ങന്മാർ കിടന്നുകൊണ്ട് ഈ ഭ്രാന്ത് കാണിക്കുമ്പോൾ, പാനിക്കാക്കുമ്പോൾ ഇവരും ഭയന്നിട്ട് ഇനി അടുത്ത മാസം അല്ലെങ്കിൽ 1-2 ആഴ്ച കഴിഞ്ഞിട്ട് ഗ്യാസ് കിട്ടാതെ വരുമോ എന്ന പേടിക്ക് മറ്റ് ഒരു എക്സ്ട്രാ ആയിട്ടിരിക്കുന്ന ഒരു കുറ്റിയുടെ കാണുമല്ലോ, മിക്ക വീടുകളിലും 2 കുറ്റി ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ അങ്ങ് അഡ്വാൻസ് ആയിട്ട് അങ്ങ് നിറച്ച് വെച്ചേക്കുക. അപ്പോൾ ഇതുപോലെ ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് വിളിയാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇരിക്കുന്നവർക്കും ഭ്രാന്താവും. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്ത് ആവശ്യമാണുള്ളതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. മാത്രമല്ല ഈ സാധനം ഉണ്ടാക്കുന്ന ഗൾഫിൽ പോലും അവിടുത്തെ അറബികൾ ഈ ഗ്യാസിന് വേണ്ടി ക്യൂ നിൽക്കുന്ന കാഴ്ചകളും വാർത്തകളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നിട്ടും 145 കോടിക്ക് പരം ജനസംഖ്യയുള്ള നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന അത്രയും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ പെട്രോളിൻ്റെ കാര്യത്തിലാണെങ്കിൽ 1 രൂപ കൂട്ടിയിട്ട് പോലുമില്ല എന്ന് ഓർക്കണം. പക്ഷേ മറ്റു രാജ്യങ്ങളുടെ അവസ്ഥയൊക്കെ നമ്മളിപ്പോൾ വാർത്തയിലൂടെയൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്ത, എന്നിട്ടും നമ്മുടെ ഇടയിൽ കിടന്നുകൊണ്ട് നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഓരോ ഡാഷ് മക്കൾ ഓരോന്ന് പടച്ചു വിടുകയാണ്. ഇവരെന്താ കരുതിയത്, ഈ 14 കിലോയുടെ കുറ്റി 10 കിലോ ആക്കുമ്പോൾ ഇനി അതിനുവേണ്ടി വേറെ കുറ്റി ഉണ്ടാക്കണം, എന്നിട്ട് പിന്നെ അതിൽ നിറയ്ക്കണം, എന്നിട്ട് ഇവർ വേറൊരു കുത്തിത്തിരിപ്പുടെ വെച്ചു. ഈ 14 കിലോ എന്നുള്ളത് 10 കിലോ ആക്കുമ്പോഴും വില കുറയത്തില്ല എന്നാണ് അടിച്ചു വിടുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വതവേ ഇവന്മാരെല്ലാം കൂടെ പിരികേറ്റി വിട്ടിരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾക്ക് ഈ പാനിക്കായില്ല എങ്കിലേ അത്ഭുതമുള്ളൂ. ഇപ്പോൾ അവർക്ക് തന്നെ, അതായത് പ്രകൃതിവാതക പെട്രോളിയം മന്ത്രാലയത്തിന് തന്നെ ഒരു പത്രസമ്മേളനം നടത്തി ഒരു വാർത്താക്കുറിപ്പ് കൊടുക്കേണ്ട അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ്. ഏത് തരത്തിലൊക്കെയാണ് ഇവന്മാർ രാജ്യത്തിന് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് നോക്കുക. ഇത്തരം കാര്യങ്ങളൊന്നും വിശ്വസിക്കരുത്. മലയാളികളോട് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കേന്ദ്രമന്ത്രിമാരും അവിടുത്തെ നേതാക്കളുമൊക്കെ പറയുന്ന ഭാഷ മനസ്സിലാക്കാൻ പറ്റുന്ന 50 കോടിയിൽ പരം ജനങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. കാരണം അവർ ഒന്നുകിൽ ഹിന്ദിയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. ആ ഭാഷ മനസ്സിലാവുന്ന 50 കോടിക്ക് മുകളിൽ ആളുകൾ ഇവിടെയുണ്ട്. അവരെ നിങ്ങൾക്ക് പറ്റിക്കാനാവില്ല. ഇവിടെ കിടക്കുന്ന ഈ പ്രബുദ്ധ നവോത്ഥാന മലയാളി ഊളകളെ മാത്രമേ, ഞാൻ എല്ലാവരെയും അടച്ചല്ല പറയുന്നത്, അവരെ മാത്രമേ ഇത്തരം വ്യാജ വാർത്തകൾ കൊണ്ട് പറ്റിക്കാൻ പറ്റൂ. അതുകൊണ്ട് എപ്പോഴും ഇത് ചിലവാകും എന്ന് വിചാരിക്കരുത്. എന്നിട്ടും ചില സംസ്ഥാനങ്ങളുടെയും മറ്റുമൊക്കെ ചില ആളുകളുടെയൊക്കെ കുത്തിത്തിരിപ്പ് കൊണ്ടിട്ട് ഇങ്ങനൊരു വ്യാജ വാർത്ത പ്രചരിക്കുന്ന കണ്ടിട്ട് അവർ അതിന് വിശദീകരണം കൊടുക്കാൻ തയ്യാറായി. അവിടെ കൃത്യമായ രീതിയിൽ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ പെട്രോളിയം മന്ത്രാലയം അവിടെ ഇടപെട്ടു. എന്നിട്ടും ഇതിപ്പോൾ ഈ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് എന്നത് മറന്നു പോകരുത്.